ഹലോ, എവിടെ എല്ലാവരും? ഇവിടെ ശ്രുതിയാണ് കേട്ടോ. ഇന്ന് ഈ നല്ല ചുരിദാറൊക്കെ ഇട്ട് ഞാൻ ഇറങ്ങിയത് ഇവിടെ അടുത്ത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അമ്പലത്തിൽ ഹനുമാൻ ജയന്തി സെലിബ്രേഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. ഇതിനു മുൻപ് ആംസ്റ്റർഡാമിലും റോട്ടർഡാമിലും ഒക്കെ ഞാൻ ഒന്ന് രണ്ട് ഇതുപോലെയുള്ള അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ നാട്ടിലെ രീതികളായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം നമുക്ക് ആ ഒരു ഫീല് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഞാൻ താമസിക്കുന്നതിനടുത്ത് അൽമേർ എന്ന് പറയുന്ന സിറ്റിയിലാണ്. അധികം ദൂരമില്ല. പക്ഷെ അത് ഇത്രയും നല്ല വലിയൊരു അമ്പലമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചതുമില്ല കേട്ടോ. വന്നപ്പോഴാണ് ഇത്രയും നല്ല വലിയൊരു അമ്പലമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഫ്രണ്ടിൽ എന്തോ റെനോവേഷനൊക്കെ നടക്കുന്നത് കൊണ്ട് അവർ ബാക്കിൽ കൂടെയാണ് എൻട്രൻസ് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പുറകുവശം. നമ്മളിതിലേക്കൂടെയാണ് കയറിയത്. ഇന്നിപ്പോൾ ഇവിടെ വരാൻ കാരണം ഈ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന പ്രാൻഷു എന്ന് പറയുന്ന അവിടുത്തെ പണ്ഡിറ്റ്ജി, ആൾക്ക് ഒരു 30 വയസ്സൊക്കെ ഉള്ളൂ കേട്ടോ. പണ്ഡിറ്റ്ജി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയ പ്രായമുള്ള ആളാണെന്നൊന്നും വിചാരിക്കേണ്ട. ആൾ എൻ്റെ അടുത്ത് പാട്ട് പഠിക്കുന്നുണ്ട്, കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഇന്നിവിടുത്തെ മെയിൻ പൂജകളെല്ലാം ചെയ്യുന്നത് പ്രാണാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നോട് ഹനുമാൻ ജയന്തി അല്ലേ, ഒരു ശ്രീരാമസ്തുതി കർണാട്ടിക് മ്യൂസിക്കിൽ പാടാവുമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വന്നത്. ആദ്യം എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവരുടെ ഒരു സ്റ്റൈല് ഭജൻസൊക്കെ അല്ലേ, അപ്പോൾ അതും കർണാട്ടിക് മ്യൂസിക്കായിട്ട് ചേരുമോ, അവർക്കൊട്ടും പരിചയമില്ലാത്തൊരു സ്റ്റൈലായിരിക്കത്തില്ല എന്നൊക്കെ തോന്നി. പിന്നെ എന്തായാലും നല്ലൊരു ദിവസം ഭഗവാന്റെ മുൻപിലിരുന്ന് പാടാൻ പറ്റുമല്ലോ എന്ന് കരുതി ഞാൻ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. പിന്നെ ഞാൻ ഒരു 10-20 മിനിറ്റ് മുൻപ് അവിടെ എത്തിയായിരുന്നു. അപ്പോൾ ചുമ്മാ അവിടെ എല്ലാം ഒന്ന് പയ്യെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ആൾക്കാരിങ്ങനെ വന്നും പോയി ഒക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യം ഈ ഹനുമാൻ സ്വാമിയുടെയും ഒരു ശിവഭഗവാന്റെയും മാർബിളിലൊക്കെ ഉണ്ടാക്കിയ വലിയ 2 പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അവിടെ ഒരു പുള്ളിക്കാരത്തി നിന്ന് വരുന്നവർക്ക് എല്ലാവർക്കും കുങ്കുമവും ചന്ദനം തൊട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടുള്ള കുറച്ച് നേരം എൻ്റെ വീഡിയോ എടുപ്പിൻ്റെ ക്വാളിറ്റി ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഭയങ്കര മടിച്ചാണ് എടുത്തത്. അവിടെ അമ്പലത്തിനകത്ത് എടുക്കാൻ പറ്റുമോ എന്നൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ ഞാൻ അവിടെ നിൽക്കുന്ന ആൻറ്റിയോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല എന്ന്. അപ്പോഴാണ് പിന്നെ സമാധാനമായിട്ട് കുറച്ചും കൂടെ വീഡിയോ എടുത്തത്. താഴത്തെ നിലയിൽ തന്നെ വലത്തെ അറ്റത്ത് ഇതുപോലൊരു ലൈബ്രറി പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ബുക്കുകളൊക്കെ ഉണ്ട്. ഹിന്ദു പുരാണങ്ങളുടെയൊക്കെ ബുക്കുകളാണ്. അവിടെ ഒരു വിഷ്ണു ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് 10 മണി കഴിയുമ്പം രാത്രിയിൽ ഫുഡ് ഉണ്ടാകുമെന്ന് ഓൾറെഡി എന്നോട് പ്രാൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് ആക്റ്റീവ് ഒന്നും അല്ല. അവിടെ കുറച്ച് ആൾക്കാർ നിന്ന് എന്തൊക്കെയാണുള്ള പ്രിപ്പറേഷനൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതായിട്ട് ഞാൻ കണ്ടു. മുകളിലോട്ട് കയറുമ്പോഴാണ് മെയിൻ പൂജയൊക്കെ നടക്കുന്ന ഹാളെന്ന് അവർ പറഞ്ഞു. ഇവിടെ ഇങ്ങനൊരു അമ്പലം ഉണ്ടെന്നറിയാമെങ്കിലും അത് ഇത്രയും വലുതും ഭംഗിയുള്ളതുമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ അപ്പനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് 20 മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ, എന്നിട്ട് ഞാൻ ഇതുവരെ വന്നില്ലല്ലോ ഇവിടെയെന്ന്. ഞങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് താമസമായിട്ട് ഒരു 4 വർഷമായിട്ടുള്ളൂ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട്. അപ്പോൾ ഈ 4 വർഷത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യം പോലും വന്നില്ല എന്നുള്ളത് കഷ്ടമായിപ്പോയി എന്ന് എനിക്ക് അപ്പോൾ തോന്നി. ഇനി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. അവിടെ ഇങ്ങനെ കുറച്ച് പ്ലേറ്റ്സിനകത്ത് എന്തൊക്കെയോ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തോ അകത്തേക്കുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല. അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതായിരുന്നു ആ മെയിൻ ഹാള്. അവിടെ ആ മണി അടിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, അതാണ് പ്രാൻഷു. ഞാൻ പ്രാണെന്നാണ് വിളിക്കാറ്. പുള്ളി അങ്ങനെ വിളിക്കാനാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഈ ഹാളിൻ്റെ സൈഡിൽ തന്നെ ഇരുന്ന് അവർ ഭജൻസ് പാടുന്നുണ്ട് ലൈവായിട്ട്. ഞങ്ങൾ പുറകോട്ട് പോയിരിക്കാൻ പോയതാണ്. അപ്പോൾ പ്രാൺ എന്നെ കണ്ടപ്പോഴേക്കും വന്നിട്ട് ഫ്രണ്ടിൽ സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്, ഇവിടെ വന്നിരിക്കുന്നത് പറഞ്ഞു. അതുകൊണ്ട് ആ ഇരിക്കുന്നതാണ് പ്രാൺ. ഞങ്ങളതുകൊണ്ട് ഫ്രണ്ട് റോയിൽ തന്നെ ഞാനും അപ്പവും കൂടെ ഇരുന്നു. ഇതാ നോക്കിക്കുക, എൻ്റെ മേളിലൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നതാണ്. അത് ഹാള് നിറഞ്ഞിട്ടില്ല കേട്ടോ. ഈ പ്രോഗ്രാം മുന്നോട്ട് പോകുന്തോറും അത് നിറഞ്ഞ ആളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ കൂടിയപ്പോൾ അവർ ഫ്രണ്ടിലും കാർപ്പറ്റ് ഇട്ടിട്ട് അവിടെയും ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ആ കോർണറിൽ ഒരുപാട് പേര് വന്ന് നിന്ന് മാറി മാറി ശിവഭഗവാന് ശിവലിംഗത്തിൽ ധാര ചെയ്യുന്നുണ്ട്.
അടുത്ത പ്രാവശ്യം എനിക്ക് അതുപോലെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇന്ന് ഹനുമാൻ ജയന്തി ആയതുകൊണ്ട് അന്ന് ഹനുമാൻ സ്വാമിയുടെ മുൻപിലിരുന്നാണ് അവർ പൂജ ചെയ്യുന്നത്. ആൾക്കാരിങ്ങനെ 1 by 1 വന്ന് ഓരോ തട്ടത്തിനകത്ത് ഓരോന്ന് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നുണ്ടായിരുന്നു പൂജയൊക്കെ ചെയ്ത്. ഇതൊക്കെ എങ്ങനെയാണ് അവിടെ ചെയ്യുന്നതെന്ന് വലിയ ധാരണയില്ലാഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് പൈസ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി അടുത്ത പ്രാവശ്യം പോകുന്നതിന് മുൻപ് പ്രാണിനോട് ചോദിച്ച് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ച് പഠിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ അവിടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുകയായിരുന്നു. അവിടെ ബാക്കിയുള്ള ഒരുമാതിരിപ്പെട്ടവരെല്ലാവരും വളരെ ഒരു പ്രയർ മൂഡിലായിരുന്നു. പക്ഷേ എനിക്ക് ഈ പാട്ടും അവിടുത്തെ ഒരു ആംബിയൻസും എല്ലാം കൂടെ ഒരു ഫെസ്റ്റീവ് മൂഡായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത്. ചിലപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റൈല് അത്ര യൂസ്ഡ് അല്ലാത്തത് കൊണ്ടായിരിക്കും. നാട്ടിലിങ്ങനെ അല്ലല്ലോ നമ്മളുടെ ഒരു ആംബിയൻസ് അമ്പലത്തിലൊന്നും, അതുകൊണ്ടായിരിക്കും. കുറച്ചധികം പ്രതിഷ്ഠകൾ ഉണ്ടായിരുന്നു അവിടെ. വിഘ്നേശ്വരനുണ്ട്, ദുർഗാദേവിയുണ്ട്, പിന്നെ വിഷ്ണു മന്ദിറാണല്ലോ, അപ്പോൾ വിഷ്ണുവും ലക്ഷ്മിയുണ്ട് ദാ കാണുന്നത്. പിന്നെ ഇപ്പുറത്തെ സരസ്വതി ദേവിയുണ്ട്, ഹനുമാൻ സ്വാമിയുണ്ട്, ശിവഭഗവാനുണ്ട്, പിന്നെ സൈഡിലെ ശിവലിംഗവും ഉണ്ട്. അത്യാവശ്യം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. കുറേ അധികം വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. എല്ലാം ടൈമൊക്കെ ആണെങ്കിലും വളരെ കറക്റ്റായിരുന്നു. എൻ്റെ പാടാനുള്ള സമയമായിരുന്നു അവർ പറഞ്ഞു, എന്നെ അങ്ങോട്ട് വിളിച്ചു. ആ സമയമായപ്പോഴേക്കും ഞാനും കൂടെ അവിടെ ചെന്നിരുന്നതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്ന് ഒരു 10-15 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുമായിരുന്നു. ഓം എന്നെല്ലാവരും ചൊല്ലിക്കൊണ്ട് ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട്. അതൊരു പ്രത്യേക ഫീലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. ഹനുമാൻ ജയന്തി ആയതുകൊണ്ട് ഒരു ശ്രീരാമസ്തുതി കർണാട്ടിക് മ്യൂസിക്കിലുള്ളത് ചൊല്ലാമോ എന്നാണ് എന്നോട് പ്രാൺ ചോദിച്ചിരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അവിടുത്തെ ആ ഒരു ആംബിയൻസിൽ ഈ ഭജൻസിൻ്റെയൊക്കെ കൂടെ കർണാട്ടിക് മ്യൂസിക് എങ്ങനെ പോകുമെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. മാത്രമല്ല എൻ്റെ ആ മൈക്കാണെങ്കിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ താന്ന് പോയായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് അവരിങ്ങനെ വന്ന് ശരിയാക്കി തരുന്നത്. അതൊരു വല്ലാത്ത ഡിസ്റ്റർബൻസ് ആയിരുന്നു, അതിങ്ങനെ താന്ന് പോകുന്നത്. പാടുന്നതിനിടയ്ക്ക് ഒരു 10 പ്രാവശ്യമെങ്കിലും അത് മേളിലോട്ടും താഴോട്ടും ആവുമായിരുന്നു ആ മൈക്ക്. അങ്ങനെ ഒരുവിധം ഞാൻ പാടി ഫിനിഷ് ചെയ്തു. അങ്ങനെ എൻ്റെ പാട്ട് ഒരു 7:30 ആയപ്പോഴേക്കും കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് അവർ എല്ലാവരും കൂടെ ചേർന്ന് സുന്ദരകാന്ഡം രാമായണത്തിൽ ചൊല്ലാനായിരുന്നു പ്ലാൻ. അതൊരു 2-2.5 മണിക്കൂർ എടുക്കും എന്നാണ് പറഞ്ഞത്. നമ്മളൊരു 1 മണിക്കൂർ കഷ്ടിച്ച് ഇരുന്നു. നമുക്ക് 9 മണിക്ക് മുൻപ് തിരിച്ചു വരണമായിരുന്നു. അത്രയും സമയം ഞാനും അവരുടെ കൂടെ ഇരുന്ന് അത് ചൊല്ലി. ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതിയ ബുക്കുകൾ സുന്ദരകാന്ഡത്തിൻ്റെ അവരെല്ലാവർക്കും കൊണ്ട് തരുന്നുണ്ടായിരുന്നു, നമുക്കും തന്നു. അപ്പോൾ അത്രയും നേരം അതൊക്കെ നോക്കി നമ്മളും കൂടെ ഇരുന്ന് ചൊല്ലി. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചൊല്ലുന്നത്, നിങ്ങൾക്ക് കേൾക്കാം ബാക്ക്ഗ്രൗണ്ടിൽ. പിന്നെ ഞാനൊരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും ഞാൻ അവരോട് പറഞ്ഞിട്ട് ഇറങ്ങി. തിരിച്ച് താഴോട്ട് ഇറങ്ങുന്ന വഴിക്ക് ഞാനിങ്ങനെ 1-2 ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോകുന്നത്. താഴെ ഒരു വലിയ ഗണപതിയുടെ തടി കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊന്നും കൂടെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാൻ അവിടെ വന്ന് നിന്ന് നോക്കിയതാണ്. ഇത്ര ഭംഗിയായിരുന്നു അത് കാണാനെന്നറിയോ. ആ റൂഫിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരെണ്ണം നമുക്ക് വീട്ടിലുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ അപ്പുവിനോട് പറയുമായിരുന്നു. രാത്രിയിൽ അവിടെ ഡിന്നറൊക്കെ ഉണ്ടായിരുന്നു, പ്രസാദം. പക്ഷേ നമ്മൾ ഒന്നും കഴിക്കാൻ നിന്നില്ല. 9:30 ആയപ്പോഴേക്കും വീട്ടിലെത്തണമായിരുന്നു. വന്നു നമ്മൾ. പിന്നെ നല്ല ചുരിദാറൊക്കെ ഇട്ട് ഇറങ്ങിയതല്ലേ, ഞാൻ 1-2 സെൽഫിയൊക്കെ എടുത്ത് കിടന്നുറങ്ങി.